ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ബിജെപിയുടെ ഖജനാവായി മാറിയിരിക്കുന്ന യൂസഫ് അലി എന്ന് പറയുന്ന ലോക തടാഢ്യൻ അവസാന നിമിഷം UDF-നോട് ഇവിടെ കാണിച്ച ഒരു ക്രൂരത കൊണ്ടാണ് ഞാൻ അവസാനം പരാജയപ്പെട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തും നേമത്തും BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പ്രമുഖ വ്യവസായി MA യൂസഫ് അലി ഇടപെട്ടെന്ന കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദിന്റെ ആരോപണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ശരത്ചന്ദ്ര പ്രസാദ് ഇത്തരമൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതെന്ന് വ്യക്തമല്ലെങ്കിലും വൻ തോക്കുകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ അദ്ദേഹം കാണിച്ച അസാധാരണ ധൈര്യം രാഷ്ട്രീയ വൃത്തങ്ങളെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം യൂസഫ് അലി UDF-നോട് കാണിച്ച ക്രൂരതയാണ് കഴക്കൂട്ടത്ത് തന്റെ പരാജയത്തിന് കാരണമായതെന്നാണ് ശരത്ചന്ദ്ര പ്രസാദിന്റെ ആക്ഷേപം. ന്യൂനപക്ഷ വോട്ടുകൾ ആസൂത്രിതമായി മറിച്ച് LDF-ലെ കടകംപള്ളി സുരേന്ദ്രന്റെ വോട്ട് വിഹിതം കുറയ്ക്കുകയും അതിലൂടെ BJP-യുടെ V മുരളീധരനെ ജയിപ്പിക്കുകയുമായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. പൊതുവെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരാരും തന്നെ പരസ്യമായി വിമർശിക്കാൻ മടിക്കുന്ന വ്യക്തിത്വമാണ് MA യൂസഫ് അലി. മുൻപ് PC ജോർജ് മാത്രമാണ് ഇത്തരത്തിൽ യൂസഫ് അലിക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതും തെളിവില്ലാ വെടിയായി. അതിനുശേഷം യൂസഫ് അലിയെ പോലെ ആഗോളതലത്തിൽ സ്വാധീനമുള്ള ഒരു ശതകോടീശ്വരനെ നേരിട്ട് പ്രതികൂട്ടിൽ നിർത്താൻ മറ്റൊരു നേതാവ് ധൈര്യം കാണിക്കുന്നത് ഇതാദ്യമായാണ്. ശരത്ചന്ദ്ര പ്രസാദ് എന്നും അസാധാരണ ധൈര്യശാലിയായ ഒരു നേതാവാണെന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നും അടിവരയിടുന്നതാണ് ഈ നീക്കം. ശരത്ചന്ദ്ര പ്രസാദിന്റെ ആരോപണം ശരിയോ തെറ്റോ ആകാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ആരോപണങ്ങൾ MA യൂസഫ് അലി അപ്പാടെ തള്ളിക്കളയുമെന്നുറപ്പാണ്. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിനും വ്യക്തിത്വത്തിനും കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രസ്താവനകളെ യൂസഫ് അലി അത്ര എളുപ്പം വിട്ടുകളയാൻ സാധ്യതയില്ല. ശരത്ചന്ദ്ര പ്രസാദിനെതിരെ ശതകോടികളുടെ മാനനഷ്ട കേസുമായി യൂസഫ് അലി നിയമവഴി തേടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏതായാലും അതിനപ്പുറത്തേക്ക് യൂസഫ് അലി പ്രതികരിക്കാനും സാധ്യതയില്ല. കോടതി കയറേണ്ടി വന്നാൽ അത്തരമൊരു വമ്പൻ നിയമയുദ്ധത്തെയും സാമ്പത്തിക ബാധ്യതകളെയും അതിജീവിക്കുക എന്നത് ശരത്ചന്ദ്ര പ്രസാദിനെ പോലൊരു നേതാവിന് അത്ര എളുപ്പമാകില്ല. എന്നിട്ടും വരും വരായികകളെ ഭയപ്പെടാതെ ഇത്തരമൊരു തുറന്നുപറച്ചിലിന് അദ്ദേഹം തയ്യാറായത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. കോൺഗ്രസിനെ പോലും ഇത് ഞെട്ടിച്ചു. തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം യൂസഫ് അലി UDF-നോട് കാണിച്ച ക്രൂരതയാണ് കഴക്കൂട്ടത്ത് തന്റെ പരാജയത്തിന് കാരണമായതെന്നാണ് ശരത്ചന്ദ്ര പ്രസാദിന്റെ വാദം. ന്യൂനപക്ഷ വോട്ടുകൾ ആസൂത്രിതമായി മറിച്ച് LDF-ലെ കടകംപള്ളി സുരേന്ദ്രന്റെ വോട്ട് വിഹിതം കുറയ്ക്കുകയും അതിലൂടെ BJP-യുടെ V മുരളീധരനെ ജയിപ്പിക്കുകയുമായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലത്തിൽ മഹൽ കമ്മിറ്റികൾ വിളിച്ചു ചേർത്താണ് വോട്ടട്ടിമറി നടത്തിയതെന്നാണ് പ്രസാദിന്റെ വാദം. കടുത്ത ത്രികോണ മത്സരത്തിനൊടുവിൽ വെറും 428 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP നേതാവ് V മുരളീധരൻ കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചു കയറിയത്. മുരളീധരൻ 46,564 വോട്ടുകൾ നേടിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് 46,138 വോട്ടുകൾ ലഭിച്ചു. മൂന്നാം സ്ഥാനത്തായ ശരത്ചന്ദ്ര പ്രസാദിന് 37,183 വോട്ടുകളാണ് ലഭിച്ചത്. കൃത്യമായ തെളിവുകളില്ലാതെ ഇത്രയും വലിയൊരു വ്യവസായിക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണം വരും ദിവസങ്ങളിൽ ശരത്ചന്ദ്ര പ്രസാദിനെ കടുത്ത നിയമക്കുരുക്കിലേക്ക് നയിക്കുമോ അതോ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമോ എന്ന് കണ്ടറിയണം.